കാര്യം നമ്മുടെ എവിടെ നിന്നാണ് സ്വാതന്ത്ര്യം ലഭിച്ചെന്നും എത്ര വർഷം നാം അടിമത്തത്തിലായിരുന്നെന്നും സ്തോത്രം പലർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയത്തില്ല. നാം ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 190 വർഷമാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നത്. ആദ്യം 1757 മുതൽ 1947 വരെ 190 വർഷമാണ് നാം അടിമത്തത്തിലായിരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടു. ആദ്യം തുടങ്ങിയത് 101 വർഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന അവരുടെ കച്ചവട കാര്യത്തിന് വേണ്ടി വന്ന ബ്രിട്ടീഷുകാര് നമ്മളെ ഭരിപ്പാനായിട്ടിടയായി തീർന്നു. 101 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട് ഇന്ത്യയെ ഭരിപ്പാനിടയായി. ബ്രിട്ടീഷ് ഭരണകൂടത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്നാണ്. എന്ന് വെച്ചാൽ കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ബ്രിട്ടീഷിന്റെ അടിമത്തത്തിലായിരുന്നു. പടിഞ്ഞാറായിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവിടെയും സൂര്യനുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് രാജ്യത്തിന് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് പറയുന്നതായ കാര്യമുണ്ട്. സ്തോത്രം. അവിടെ ഏകദേശം 89 വർഷത്തോളം കാലം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു നാം. നമ്മൾക്കിപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ നമ്മൾ ആരും അടിമത്തത്തിൽ പോകാത്തത് കൊണ്ട് അതിന്റെ വില എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മളാരും അടിമത്തത്തിൽ പോയതല്ല. നമ്മുടെ പിതാക്കന്മാര് ഏകദേശം അവരുടെ ചെറുപ്രായത്തിലാണ് ആ സമയം. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണമേ, നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഏത് കാര്യങ്ങളാണേലും അവരുടെ അനുവാദമില്ലാതെ പറ്റത്തില്ലായിരുന്നു. വളരെ കഷ്ടപ്പെടുവാനിടയായി തീർന്നു. നാം നോക്കുമ്പോൾ ഇന്ത്യയിൽ അവർ വികസനം കൊണ്ടുവന്നു. 1853 അവര് റെയിൽവേ ആരംഭിച്ചു. റെയിൽവേ ആരംഭിച്ചത് ഇവിടുന്ന് നമ്മുടെ മുതലുകൾ എല്ലാം കപ്പലിൽ കയറ്റി കൊണ്ടുപോകേണ്ടതിന് വേണ്ടിയാണ് റെയിൽവേ ആരംഭിച്ചത്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിന് ഒരു റെയിൽവേ ഉണ്ട്. 1927 ഷൊർണൂർ തേക്കെന്ന് പറയുന്നത്, ഷൊർണൂർ പ്ലാന്റ് ടീക്ക് പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. അവിടുത്തെ തേക്കുകളെല്ലാം അവർ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ കാര്യം ചെയ്യുവാനിടയായത്. എന്നാൽ ഇതിനെതിരെ ഇന്ത്യയിൽ നമ്മുടെ നേതാക്കന്മാർ സംഘടിപ്പാനിടയായി തീർന്നു. 1885 ബോംബെയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങുവാനിടയായി തീർന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിപ്പാനിടയായത്. അത് അവരോട് യുദ്ധം ചെയ്യുവാനോ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുവാനോ ഒന്നുമല്ല അവരത് തുടങ്ങിയത്. അവരുടെ ആഗ്രഹം സമാധാനപരമായി അഹിംസയോടെ നമ്മുടെ ഇന്ത്യയിലെ ജനത്തിന്റെ കാര്യങ്ങൾ ഓർപ്പിപ്പാൻ വേണ്ടിയാണ് അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിപ്പാനിടയായത്. അന്നത്തെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ അധ്വാനം ചെയ്തു. അവരുടെ നേതാക്കന്മാർ അധ്വാനം ചെയ്തു. സ്തോത്രം. അവിടെ ഉമേഷ് ചുന്ദർ ബനർജി എന്ന് പറയുന്ന ആളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. അതിനുശേഷമാണ് പിന്നീട് ആളുകൾ കടന്നു വരുവാനിടയായത്. പഞ്ചാബിൽ അമൃത്സറിൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ ജാലിയൻ വാലാ ബാഗ് എന്ന് പറയുന്ന ഒരു കൂട്ടക്കുരുതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 1919 ഏപ്രിൽ 13 ആയിരുന്നു. കാരണം അത് തുടങ്ങാൻ കാരണം യാതൊരു കാരണവുമില്ലാതെ, യാതൊരു വിധിയുമില്ലാതെ, കോടതി വിധിയില്ലാതെ അവരെ വിചാരണ ചെയ്യുവാൻ അല്ലെങ്കിൽ തടവിലാക്കുവാൻ, ഇന്ത്യക്കാരെ തടവിലാക്കാൻ ഒരു നിയമം കൊണ്ടുവന്നു. അതിനെതിരായിട്ടാണ് അവരവിടെ കൂട്ടം കൂടുവാനിടയായത്. അതിനെതിരായി ജാലിയൻ വാലാ ബാഗില് സമാധാനത്തോടെ കൂട്ടം കൂടിയ ആളുകളുടെ നേരെ ജനറൽ റെജിനാൾഡ് ഡിയാർ എന്ന് പറയുന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ എല്ലാ വഴികളും അടച്ച് തുരുതുരി അവരെ വെടിവെപ്പാനിടയായി തീർന്നു. ഇന്ത്യ അഹിംസയുടെ മാർഗം പിൻപറ്റുന്നവരാണ്. ഇന്ത്യ അഹിംസയുടെ വഴിയാണ് തെരഞ്ഞെടുത്തത്. യാതൊരു ആയുധവും ഇല്ലാതിരുന്ന ആളുകളെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വെടിവെപ്പാനിടയായി തീർന്നു. ഔദ്യോഗിക കണക്ക് 379 പേര് മരിച്ചെന്ന, 1000 പേര് മുറിവേറ്റെന്നാണ് പറയുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയാണ് ഇതിൻ്റെതായ കാര്യം. പിന്നീടുണ്ടായ സമരം ഉപ്പ് സത്യാഗ്രഹമാണ്. നമ്മൾ കടൽ വെള്ളം വറ്റിച്ചെടുക്കുന്ന ഉപ്പ് പോലും നമുക്ക് ഉപയോഗിക്കാൻ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്ന് നാം അറിയണം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ അടിമത്തത്തിൽ പോകാത്തത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. എന്നാൽ നമ്മുടെ സമുദ്രം വറ്റിച്ചെടുക്കുന്ന വെള്ളത്തിൽ
ഉപ്പ് നമ്മൾ എടുക്കണമെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണമായിരുന്നു. 1930 മാർച്ച് മാസം 12-ാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ നിന്ന് 390 കിലോമീറ്ററും ഗുജറാത്ത് തീരപ്രദേശങ്ങളുടെ ഇതിന്റെ പ്രചരണത്തിനായി സഞ്ചരിപ്പാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. അങ്ങനെ കടന്നു പോകുമ്പോൾ ആ സ്ഥലത്ത് 1942 ഓഗസ്റ്റ് 8-ാം തീയതി ആയപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കാനിടയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടായി. എന്ന് വെച്ചാൽ ഇന്ത്യ വിട്ടുപോകുക എന്നവരോട് പറയുവാനിടയായി തീർന്നു. മഹാത്മാഗാന്ധിയുടെ വലിയൊരു സന്ദേശമാണ് അന്ന് പറഞ്ഞിരുന്നത്, ഡു ഓർ ഡൈ. ഒന്നുകിൽ സ്വാതന്ത്ര്യം നേടുക അല്ലെങ്കിൽ മരിക്കുക. ഞാൻ പറയട്ടെ, ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ആ മൂവ്മെന്റ് തുടങ്ങി 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനിടയായി. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വളരെ ദരിദ്ര രാഷ്ട്രമാണ്. ഇവിടെ ഉണ്ടായിരുന്ന 200 വർഷത്തെ ആ മുതലുകളെല്ലാം അവരെ ബ്രിട്ടീഷ് നാട്ടിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് കടത്തുവാനിടയായി. വളരെ ദരിദ്രമായ ഒരു സന്ദർഭമായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായി നിന്നതാണ്. അന്ന് 1947 ഓഗസ്റ്റ് 15-ാം തീയതി അവിടെ പാകിസ്ഥാനും പിരിയുവാനിടയായി തീർന്നു. അതിനുശേഷം നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഇന്ത്യ വളരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അഭിമാനിക്കാനുള്ളൊരു കാര്യം, ഇന്ത്യ ഇന്ന് വളരുന്ന ഒരു രാജ്യമാണ്. ലോകശക്തികളിൽ ഒന്നാമതായി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, അമേരിക്കയെക്കാളിൽ പണത്തിന്റെ കാര്യത്തിൽ GDP-യുടെ ആ നിരക്ക് ഇന്ത്യക്കാണ് കൂടുതൽ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാ രീതിയിലും ഇന്ത്യ വളരുവാനിടയായി, ടെക്നോളജി വളരുവാനിടയായി. ഇന്ത്യ ഇപ്പോൾ സമൃദ്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കുവാൻ ഇപ്പോഴും വിദേശ ശക്തികൾ, വിശേഷിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ആളുകളുടെ മേൽ വലിയ അധിക ചുങ്കമൊക്കെ ചുമത്തി നമ്മളെ പീഡിപ്പിക്കാൻ തുടങ്ങിയാണ്. എന്നാൽ ഇന്ത്യ അതിനെ അതിജീവിക്കും. ഇപ്പോൾ ഇന്ത്യ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംഘടന, എന്ന് വെച്ചാൽ ബ്രസീല്, ഇന്ത്യ, അതുപോലെ തന്നെ ചൈന, അങ്ങനെയുള്ള രാജ്യം, സൗത്ത് ആഫ്രിക്ക, ഇറാൻ, ഈജിപ്റ്റ് തുടങ്ങിയതായ രാജ്യങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കുവാനിടയായി. കാരണം അമേരിക്കൻ ഡോളറിലാണ് ഇപ്പോൾ ക്രയവിക്രയങ്ങളെല്ലാം നടക്കുന്നത്. അവരുടെ തീരുമാനം ഇനി അതാത് കറൻസിയിൽ ഇത് ചെയ്യുവാൻ അവർ ആഗ്രഹിക്കാനിടയായി തീർന്നു. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം പഹൽഗാം ഭീകരാക്രമണത്തിൽ നമ്മുടെ ആളുകൾ, അനേക നിരപരാധികൾ കൊല്ലപ്പെടുവാനിടയായി തീർന്നു. 2025 മെയ് 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇന്ത്യ ഗവൺമെന്റ് നടത്തി. നിസ്സാര ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പാകിസ്ഥാനെ ജയിക്കാനിടയായി തീർന്നു. നമ്മുടെ യുദ്ധത്തിന്റെ തന്ത്രങ്ങളും നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ അവരുടെ എല്ലാ ശത്രുപാളയത്തെയും അത് ഇല്ലായ്മ ചെയ്യുവാനിടയായി തീർന്നു. അതുകൊണ്ട് നമ്മളൊരു ഇന്ത്യൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പ്രൗഢായിരിക്കണം, നമുക്ക് അഭിമാനം തോന്നണം. നമ്മുടെ ശിരസിൽ ഇന്ത്യൻ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ അടിമത്തത്തിൽ നിന്ന്, ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി. അതുകൊണ്ട് നമ്മളെ ഇന്ത്യയോടൊരു സ്നേഹം, ഇന്ത്യൻ പൗരൻ എന്നുള്ള ആ ഒരു സ്നേഹം, ആ ഒരു അഭിമാനം നമുക്കുണ്ടാകണം. ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളത്, ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളായി നമ്മൾ നിന്ന് അന്യോന്യം തെളിവാരിയേറുകയും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നാം എല്ലാവരും ഇന്ത്യൻസ് ആണ്, സഹോദരന്മാരാണ്. ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി നാം എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. നമുക്ക് ഇന്ത്യയിൽ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ഞങ്ങൾക്ക് ഒരു ദൈവദാസന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളത്, പാപത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കേണ്ടവരാണ്. നാം എല്ലാം പാപത്തിന്റെ പിടിയിലാണ്. ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തു നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. ഇന്ത്യ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാലും മാനവജാതി മുഴുവനും പാപം ചെയ്ത് ദൈവത്തില്ലാത്തവരായി തീർന്നു, അടിമത്തത്തിലാണ്. ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. നാം ഒരു കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്യേണ്ട കാര്യമില്ല. കർത്താവെ, ഞാനൊരു പാപിയാണ്, എന്നോട് എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് നാം ആത്മാർത്ഥമായി
ഒന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഞങ്ങളൊക്കെ പല രീതിയിൽ വളർന്നവരാണ്. ലോകത്തിന്റെ ഇമ്പങ്ങളിലും മദ്യത്തിനും മയക്കുമരുന്നിനും നടന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു ഷാപ്പിലേക്ക് കള്ളു പോരാഞ്ഞ് അടുത്ത ഷാപ്പിലേക്ക് പോയിരുന്ന സഹോദരന്മാർ വരെ ഞങ്ങളുടെ കൂടെയുണ്ട്. അവരെല്ലാം യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് അവരുടെ പാപവഴികളിൽ നിന്ന് വിടവിടഞ്ഞ് അവർ ദൈവഭാഗത്തേക്ക് വരുവാനിടയായി. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്, സമാധാനം അനുഭവിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇനിയും ലോകത്തിൽ സംഭവിക്കാനുള്ളത് യേശു കർത്താവിന്റെ മടങ്ങി വരവാണ്. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശു കർത്താവ് മടങ്ങി വരും. നമുക്കറിയാം, ഇപ്പോൾ പാലസ്തീനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ദുഃഖമുണ്ട് നമുക്ക്. കാരണം ഇസ്രായേലും ഗാസയിലും അതുപോലെയുള്ള യുദ്ധങ്ങൾ നമുക്ക് ദുഃഖമുണ്ട്. നിരപരാധികൾ കൊല്ലപ്പെടുകയാണ്. എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് വേദപുസ്തകത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയാണ്. ഇത് സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ഇത് സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ജയിച്ചു നിൽക്കും. എന്നാൽ ഇതിനുശേഷം ഇസ്രായേല് തോൽക്കുന്ന ഒരു സന്ദർഭം വരും. അന്നേരം അവർ യേശു കർത്താവിനെ നോക്കി വിലപിപ്പാനിടയായി തീരും. യേശുവിനെ നോക്കി എന്ന് വെച്ചാൽ വിലാപ്പുറത്ത് യേശുവിന്റെ കുത്തിയതാണ്. യേശുവിനെ ഓർത്ത് അവർ വിലപിക്കുമ്പോൾ യേശു കർത്താവ് രാജാതിരാജാവും കർത്താതി കർത്താവുമായി മടങ്ങി വരും. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരുമെന്നുള്ള ഒരു സത്യം ഞങ്ങളിവിടെ ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും തമാശയായി തോന്നും. പ്രിയമുള്ളവരെ, ഇത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ പല തൊഴിലും പല കാര്യങ്ങളും ചെയ്ത് ലോകത്തിൽ ദൈവമില്ലാതെ നടന്നവരാണ് കൂടുതലും പേരും. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടി ഈ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോടുള്ള ഓർപ്പിപ്പാനുള്ളത്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പാമ്പാക്കട സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് ഓർപ്പിപ്പാനുള്ളത്, സ്വാതന്ത്ര്യം നമുക്ക് ബ്രിട്ടീഷുകാരിൽ ലഭിച്ചതുപോലെ പാപത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതിനെ യേശുവിനെ അംഗീകരിക്കുക. അതിനായി സഹായിക്കട്ടെ. അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ച എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു.